أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 940 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 42 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 42 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. രണ്ടാളുകൾ ഉദാഹരിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. രണ്ട് കൂട്ടുകാർ, അവരിൽ ഒരാൾക്ക് അള്ളാഹു 2 മുന്തിരിത്തോട്ടങ്ങൾ നൽകുകയുണ്ടായി. ആ മുന്തിരിത്തോട്ടങ്ങളുടെ ചുറ്റുപാടുമായി ഈത്തപ്പന വൃക്ഷങ്ങളും അതിന്റെ മധ്യത്തിലായിട്ട് വിളകളും ഒക്കെയുള്ള സമൃദ്ധിയുടെ ഒരു കാഴ്ചയായിരുന്നു അത്. അതിനിടയിലൂടെ ആ തോട്ടങ്ങൾക്ക് ഈർപ്പം നിരന്തരം പകർന്നുകൊണ്ട് ജലസാന്നിധ്യമായിക്കൊണ്ട് ഒരു അരുവിയും ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വിശിഷ്ടമായ അനുഗ്രഹം നൽകപ്പെട്ട ഒരാളുടെ പ്രതികരണവും അയാൾ പിന്നീട് അതിനെ തുടർന്ന് ഏറ്റുവാങ്ങിയ ആഖിബത്തുമൊക്കെ വിവരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗത്താണ് ഇന്ന് നമ്മളുള്ളത്. ഈ ആയത്തുകളോടെ ആ കഥാവിവരണം അവസാനിക്കുകയാണ്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ഈ തോട്ടക്കാരന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തെ വളരെ ശക്തമായ ഭാഷയിൽ ഗുണദോഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ട് നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ച ഘട്ടത്തില് വിനയാന്വിതനായിക്കൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അത് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്
എന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് കൂട്ടുകാരൻ ചോദിക്കുകയുണ്ടായത്. നീ മണ്ണിൽ നിന്ന് തുടർന്ന് ശുക്ലഗണത്തിൽ നിന്ന് ഒക്കെ നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥനെ നീ നിഷേധിക്കുകയാണോ? നിന്നെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള മനുഷ്യനായി രൂപകൽപ്പന ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ആ റബ്ബാണല്ലോ. ആ റബ്ബിനെ നീ നിഷേധിക്കുകയാണോ എന്നാണ് ചോദിക്കുകയുണ്ടായത്. എന്നാൽ എന്റെ നിലപാട് അതല്ല. ഞാൻ ആ അള്ളാഹുവിനെയാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് പിന്നീട് ശുക്ലഗണത്തിലൂടെ മനുഷ്യന്റെ ആ നൈരന്തര്യം ഉണ്ടാക്കി മനുഷ്യന് പൂർണ്ണ വളർച്ചയാകാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ച ആ റബ്ബിനെയാണ്, ആ അള്ളാഹുവിനെയാണ് ഞാൻ എന്റെ റബ്ബായിട്ട് കാണുന്നത്. അവനോടൊപ്പം മറ്റൊരാളെയും ഇക്കാര്യങ്ങളിലൊന്നും പങ്കാളിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുമില്ല. തോട്ടത്തിൽ പ്രവേശിച്ച ഘട്ടത്തിൽ നീ എന്തുകൊണ്ട് മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാൻ മുതിർന്നില്ല? എന്തുകൊണ്ട് നിനക്ക് അതിന് സന്നദ്ധത ഉണ്ടായില്ല? എനിക്ക് സമ്പത്തും സന്താനങ്ങളൊക്കെ കുറവുള്ള കാര്യം നീ ചൂണ്ടിക്കാണിച്ചല്ലോ. ഒരു പക്ഷെ എന്റെ റബ്ബ് എനിക്ക് നിന്റെ തോട്ടത്തിനേക്കാൾ മെച്ചപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ തന്നെന്ന് വരും. ഒരു പക്ഷെ അവൻ നിന്റെ തോട്ടത്തിന് നേരെ ഒരു വിപത്ത്, ആകാശത്ത് നിന്നൊരു വിപത്ത് ഇറക്കിയെന്നും വരാം. അതിനെ തുടർന്ന് തരിശായ ഒരിടമായിട്ട് മാറിയെന്നും വരാം. അതല്ലെങ്കിൽ ആ തോട്ടത്തിന് ജലസമൃദ്ധി നൽകിക്കൊണ്ടിരിക്കുന്ന അരുവി വറ്റി വരണ്ടു പോയെന്ന് വരാം. പിന്നീട് കാർഷിക ആവശ്യത്തിന് വേണ്ടിയുള്ള ജലം കണ്ടെത്താൻ നിനക്ക് സാധിച്ചെന്ന് വരാത്ത ഒരവസ്ഥയും ഉണ്ടായേക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ. ഇതൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലും പിടുത്തത്തിലും ഒന്നും അല്ലല്ലോ. എന്നിട്ട് പോലും ഇതറിയുന്നവനായിട്ട് പോലും എന്തുകൊണ്ട് നീ സ്രഷ്ടാവായ റബ്ബിനെ ഗൗനിക്കാത്ത ഒരു നിലപാട് സ്വീകരിച്ചു എന്നതാണ് കൂട്ടുകാരനെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്നാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ വിവരിക്കപ്പെടുന്നത്. ഒടുക്കം അവന്റെ ആ ഫലസമൃദ്ധി മുഴുവനായും നശിപ്പിക്കപ്പെടുകയുണ്ടായി. അഹാത്ത എന്ന് പറഞ്ഞ വലയം ചെയ്തു എന്ന്, ഉഹീത്ത എന്ന് പറഞ്ഞ വലയം ചെയ്യപ്പെട്ടു. അല്ലെ, നാലുപാട് നിന്നുമായി അവന്റെ ആ ഫലസമൃദ്ധി ലക്ഷ്യം വെക്കപ്പെട്ടു, ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നശിപ്പിക്കപ്പെട്ടു. അത് ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു ശൈലിയാണ്. അവന്റെ ആ ഫലസമൃദ്ധിയും അവന്റെ ആ വരുമാന സ്രോതസ്സുകളും ഒക്കെ തന്നെ ഒന്നാകെയായിട്ട് നശിപ്പിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവൻ ആ സംരംഭത്തില് മുടക്കിയിട്ടുണ്ടായിരുന്ന സമ്പത്തിന്റെ, ചെലവഴിച്ചിട്ടുണ്ടായിരുന്ന ധനത്തിന്റെ കാര്യം ഓർത്ത് കൈമലർത്തുകയും വിലപിക്കുകയും ചെയ്യുകയാണ് അവൻ അതിനെ തുടർന്ന് ചെയ്യുന്നത്. കഫ് എന്ന് പറഞ്ഞ കൈയിന്റെ, നമ്മൾ വാച്ചൊക്കെ കെട്ടുന്ന ഭാഗമാണ്. ഹാൻഡ് കഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ പ്രയോഗമൊക്കെ വന്നതായിരുന്നാണ് ഇംഗ്ലീഷിലെ കഫ് എന്നുള്ള വാക്കൊക്കെ വരുന്ന ഇതാണ്. അവന്റെ കൈകളെ അവന്റെ നിരാശയും വിഷമവും നിസ്സഹായതയും ഒക്കെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ കൈകൾ അങ്ങനെ മറിച്ചുകൊണ്ടിരുന്നു. കൈ മലർത്തുകയുണ്ടായി. അലാമ അൻഫഖ ഫീഹ, ഈ തോട്ടത്തിന്റെ
കാര്യത്തില്, ഈ സംരംഭത്തില് അവൻ മുടക്കിയിരുന്ന ധനത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് എടുത്തു പറഞ്ഞുകൊണ്ട് അവന് വിലപിക്കുകയാണ്, കൈമലർത്തിക്കൊണ്ട് വിലപിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുഷ്കാലത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കണം സമൃദ്ധിയുടെയും വലിയ വരുമാന സ്രോതസ്സായിക്കൊണ്ടുമൊക്കെയുള്ള അവന്റെ ഈ തോട്ടങ്ങള് ആ നിറവിന്റെയും സമൃദ്ധിയുടെയും ഒരു കാഴ്ചയായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടാവുക. പക്ഷെ അത് തീർത്തും അപ്രതീക്ഷിതമായിട്ട് നാലുപാട് നിന്നുമായി അത് ടാർഗറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആ തോട്ടം നശിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ആ കാഴ്ച കണ്ടുകൊണ്ട് വിലപിക്കാൻ മാത്രമേ അയാൾക്ക് സാധിക്കുന്നുള്ളൂ. കൈകൾ മലർത്തി നിരാശയും വിഷമവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അയാൾ വിലപിക്കുന്നത്. എത്ര ഞാൻ ഇതിൽ മുടക്കിയിട്ടുണ്ടായിരുന്നു, എത്ര ധനം ഞാൻ ഇതിനു വേണ്ടിയായിട്ട് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു, എത്ര അധ്വാനം ഇതിന്റെയൊക്കെ പേരിൽ ഞാൻ വ്യയം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന വിധത്തിലാണ് അയാൾ വിലപിക്കുന്നത്. ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി, തന്റെ കൈകളെ മലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൈകളെ മറിച്ചുകൊണ്ട് അയാള് വിലപിക്കുകയാണ്. അലാമ അൻഫഖ ഫീഹ, അതിന്മേൽ അയാൾ ചെലവഴിച്ചു പോയതിന്റെ കാര്യത്തിന്റെ പേരിൽ അത് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ ഒരു സംരംഭം, ഈ ഒരു തോട്ടം ഈ വിധത്തില് ആകർഷകമായ വിധത്തില് സജ്ജീകരിച്ചെടുക്കാനും അത് നിലനിർത്തി പോരാനുമൊക്കെ അയാൾ ചെലവഴിച്ചിരുന്ന അധ്വാനം, അതിനുവേണ്ടി വ്യയം ചെയ്തിരുന്ന പണം, ഇതിന്റെയൊക്കെ കാര്യം ആലോചിച്ച് അയാൾ കൈകൾ മലർത്തി കരഞ്ഞ് വിലപിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ പറ്റുന്നത്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ, ഇളങ്ങനെ വിലപിക്കുമ്പോ ആ തോട്ടത്തിന്റെ അവസ്ഥ ഇതാണ്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ, അതിന്റെ പന്തൽ പടർപ്പുകളോടുകൂടി അത് നിലം പൊത്തി കിടക്കുകയായിരുന്നു. ആ തോട്ടം അടിമേൽ മറിഞ്ഞ പോലെയുള്ള അവസ്ഥ. മുന്തിരി പടർപ്പുകള് നമുക്കറിയാം, അതിനുവേണ്ടി ഉറൂഷ് പ്രത്യേകമായി ഉണ്ടാക്കി സജ്ജീകരിച്ചുകൊണ്ടാണ് മുന്തിരി വള്ളികൾ പടർത്താറുള്ളത്. എന്നിട്ട് തണലേകി നിൽക്കുന്ന ആ മുന്തിരി പടർപ്പുകളുടെ, വള്ളിപ്പടർപ്പുകളുടെ ചുവടേക്കായിട്ട്, ആ പന്തലിന് താഴേക്കായിട്ട് അങ്ങനെ മുന്തിരിക്കുലകൾ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. കാഴ്ചയിൽ വളരെ ചേതോഹരമായ ഒരു കാഴ്ചയാണത്. അപ്പൊ വലിയ പന്തൽ പടർപ്പുണ്ടാക്കി അതിന്റെ മുകളിലേക്കായിട്ട് മുന്തിരി വള്ളികള് പടർത്തി വിടുകയും അതിൽ നിന്ന് ധാരാളം കുലകള്, മുന്തിരിക്കുലകൾ അങ്ങനെ കായ്ച്ചു തൂങ്ങുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. മുന്തിരി വള്ളികളോ മുന്തിരി ഇലകളോ ഒന്നും കാണാത്ത വിധത്തില് നിറയെ മുന്തിരി തൂങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച. ഇതാണ് മുന്തിരിത്തോട്ടങ്ങളുടെ ഒരു ദൃശ്യാനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അയാൾ വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അതിന്റെ ആ പടർപ്പുകള്, ആ പന്തൽ പടർപ്പുകളോടെ അത് നിലംപൊത്തി കിടക്കുന്നതാണ്. വലിയ ഖാബിയത്തുൻ അലാ ഉറൂശിഹ, അതിന്റെ ആ പന്തൽ പടർപ്പുകളോടെ അത് വീണടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഇയാൾ വിലപിക്കുന്നത്. അയാൾ അതിന്റെ പേരിൽ ഈ ഒരു സംരംഭത്തിനായിട്ട് വിനിയോഗിച്ച ധനവും അധ്വാനവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അയാൾ കൈമലർത്തി വിലപിക്കുന്നത്. എന്നിട്ട് ആ ഘട്ടത്തില് വയഖൂലു, ആ ഘട്ടത്തിൽ അയാള് പറയുകയാണ്, അയാള് സ്വാഭാവികമായി തന്നെ പറഞ്ഞു പോവുകയാണ്, യാ ലൈതനീ ലം ഉശ്രിക് ബി റബ്ബി അഹദ, എന്തൊരു കഷ്ടം, ഞാൻ എന്റെ റബ്ബിനോടൊപ്പം ആരെയും പങ്കാളിയായി കാണാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അയാൾ പറഞ്ഞു പോകുന്നത്. യാ ലൈതനീ, ഇതൊരു വിലപിക്കുന്ന വിധത്തിലുള്ള ഒരു
പ്രയോഗമാണ് അറബി ഭാഷയിൽ. മലയാളത്തിൽ അതിന് കഷ്ടം എന്നൊക്കെ പറയാനേ കഴിയുള്ളൂ. അല്ലെങ്കിൽ സമാനമായ എന്തെങ്കിലുമൊക്കെ പ്രയോഗം നമ്മൾ കണ്ടെത്തിയാലും ഈ അറബി ഭാഷയിലെ ഈ എക്സ്പ്രഷനെ അപ്രോപ്രിയേറ്റ് ആയിക്കൊള്ളുന്നില്ല. കാരണം ഇതില് യാ എന്ന് പറയുമ്പോൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്ന സ്വഭാവമുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് നീ എന്ന് വരുമ്പോ ഞാൻ എന്നുള്ള സൂചനയുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് അതേപടി മലയാളത്തിലേക്ക് പറയുക കഴിയുന്ന ഒരു സംഗതിയല്ല. യാ ലൈതനീ എന്ന് പറഞ്ഞ എന്റെ കഷ്ടമേന്നോ എന്റെ ദുരിതമേന്നോ, അല്ലെങ്കിൽ കേൾക്കുന്ന ആളോട്, അഭിസംബോധന ചെയ്യുന്ന ആളോട് അയാളെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് എന്റെ ദുരിതമേ നിങ്ങളാരും കണ്ടില്ലേ എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു ശൈലി അതിൽ വരും. പക്ഷെ അതൊക്കെ കൂടി ഇന്നൊരു പ്രയോഗം മലയാളത്തിൽ കണ്ടെത്തിക്കൊണ്ട് പറയാൻ സാധ്യമല്ല. അയാള് വിലപിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: യാ ലൈതനീ, എന്റെ കാര്യം, എന്റെ കഷ്ടം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട്, ലം ഉശ്രിക് ബി റബ്ബി അഹദ, ഞാൻ എന്റെ റബ്ബിനോടൊപ്പം ആരെയും ശരീക്കാക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ്. എത്ര നന്നായിരുന്നേനെ എന്നതിനൊന്നുമുള്ള പദം അതിലില്ല. അതൊക്കെ യാ ലൈതനീ എന്ന പ്രയോഗത്തില് നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. കാരണം അറബി ഭാഷയുടെ എക്സ്പ്രഷൻസ് അതേപടി മലയാളത്തിലേക്ക് പറയാൻ കഴിയില്ല. മലയാളത്തിലെ എക്സ്പ്രഷൻസ് പറയുമ്പോൾ അറബിയിലെ ഈ പ്രയോഗങ്ങളിൽ ഇല്ലാത്ത ചില പദങ്ങളും കൂടി ചേർത്താലേ ആശയം കൺവീഡ് ആവുള്ളൂ. അപ്പൊ ഇയാൾ പറയുന്നത് യാ ലൈതനീ ലം ഉശ്രിക് ബി റബ്ബി അഹദ എന്നാണ്. എന്ന് പറഞ്ഞാൽ തന്റെ തോട്ടം തകർന്നടിഞ്ഞു കിടക്കുന്ന കാഴ്ച കണ്ട് ആ സംരംഭത്തിനായിട്ട് അയാള് വ്യയം ചെയ്തിരുന്ന അധ്വാനവും ധനവും ഒക്കെ ഓർത്ത് അതിനെ പരാമർശിച്ചുകൊണ്ട് ആർത്ത് കരയുകയാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തില് ഏറ്റവും ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു വിഷയം, ഇയാൾ പറയുന്ന വാക്കുകള് ലം ഉശ്രിക് ബി റബ്ബി അഹദ എന്നാണ്. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്ന് ആലോചിച്ചു പോകും. ഈ തോട്ടം നശിച്ചതും ഞാൻ എന്റെ റബ്ബില് പങ്കാളികളെ ആരെയും ശരീക്കായിട്ട് ആരെയും ഉൾപ്പെടുത്താതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്നത് തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് ഒരു പക്ഷേ ഒരല്പം ആലോചിച്ചാലേ മനസ്സിലാകാൻ സാധ്യതയുള്ളൂ. ഈ കാര്യം മനസ്സിലാകാൻ ഒരു എളുപ്പ വഴി ഇയാളുടെ കൂട്ടുകാരൻ ഇയാളോട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുന്നതാണ്. അങ്ങനെ ഓർത്താൽ മനസ്സിലാകും ആരായിരുന്നു ഇയാള് ശരീക്കായിട്ട് അള്ളാഹുവിനോടൊപ്പം കണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അയാൾക്ക് ഒരു ശരീക്കായിട്ട് ഒരാളെ കൊണ്ടു നടന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഇലാ റബ്ബി, ഇനി അഥവാ ഞാൻ എങ്ങാനും എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുകയാണെങ്കിൽ തന്നെ ഞാൻ അവിടെ നല്ല മുൻകലബ് കണ്ടെത്തും. എനിക്ക് ഏറ്റവും ഉത്തമമായ ഒരു പരിണിതിയും ഒരു സ്വീകരണവും ഒക്കെ അവിടെ കിട്ടും എന്നാണ് അയാൾ നേരത്തെ അഹന്തയോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അയാൾക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു എന്നത് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അയാള് അള്ളാഹുവിനോടൊപ്പം മറ്റാരെയെങ്കിലും ശരീക്കായിട്ട് സ്വീകരിച്ചിരുന്നതിന്റെ യാതൊരു സൂചനയും ഈ സംഭവകഥ വിവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുമില്ല. അപ്പോ പിന്നെ ഇയാള് ഈ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം എന്താണ്? യാ ലൈതനീ ലം ഉശ്രിക് ബി റബ്ബി അഹദ, എന്തൊരു കഷ്ടം, ഞാൻ എന്റെ റബ്ബില് ആരെയും പങ്കാളിയാക്കാതെ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ ആരെയാണ് അയാൾ പങ്കാളിയാക്കിയിട്ടുള്ളത്? ഇതാണ് ഏറ്റവും ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം. അതും നേരത്തെ കൂട്ടുകാരൻ പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നീ പറഞ്ഞില്ല? അപ്പൊ അവിടെ അത് പറയാതെ ഒരാള്, ഈ തോട്ടത്തിന്റെ ഉടമ തോട്ടത്തിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ തോട്ടവും ആ സമൃദ്ധിയും ആ അനുഗ്രഹപൂരിതമായ
എല്ലാറ്റിന്റെ ആ ഒരു നിറവും തികവും ഒക്കെ ആയിട്ട് കാഴ്ചക്കാർക്ക് അനുഭവപ്പെടുന്ന ആ തോട്ടം അത് തന്റെ പ്രയത്നഫലമായി ഉണ്ടായതാണ് എന്ന ഒരു ഔദ്ധത്യമാണ് അയാളെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തോട്ടം ഉടമപ്പെടുത്താൻ അയാൾക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ആ ഒരു സംഗതിയെ അക്നോളജ് ചെയ്യാതെ അത് തന്റെ പ്രയത്നഫലമായി ഉണ്ടായ നേട്ടമാണ് എന്ന ഒരല്പം അഹന്തയുള്ള ഒരു നിലപാടോടുകൂടിയാണ് അയാൾ അതിനെ സമീപിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഇയാൾ സ്വയം തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ വലിയ ധിക്കാരപരമായ ഒരു നിലപാട് വളരെ എളുപ്പത്തില് നമ്മളുടെയൊക്കെ സംരംഭങ്ങളിൽ കയറി വരാൻ സാധ്യതയുണ്ട്. പ്രത്യക്ഷത്തിൽ അത് നമുക്ക് കാണാനും കഴിയില്ല. ആരെയാണ് അള്ളാഹുവിനോടൊപ്പം നമ്മൾ ശരീക്കാക്കുന്നത് എന്നതൊന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തില്, കാരണം നമ്മളുടെ തന്നെ ഔദ്ധത്യബോധം, നമ്മളുടെ തന്നെ നിഗളിപ്പ്, നമ്മളുടെ തന്നെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ കൊണ്ടു നടക്കുന്ന സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന സംഗതിയായിരിക്കും. മനുഷ്യൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മുന്നില് വിനയാന്വിതനാവുകയാണ് വേണ്ടത്. അള്ളാഹുവാണ് സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ പ്രപഞ്ച സംവിധാനത്തിലുള്ള എന്ത് സംഗതിയെയും പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നത് രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, നമുക്കത് പ്രയോജനപ്പെടുത്താൻ വേണ്ട വിധത്തിലാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതും, നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ധാരാളം സംഗതികൾ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ടുമാണ്. ഈ സംഗതി ഉൾക്കൊള്ളാത്ത വിധത്തില് ഇതൊക്കെ തന്റെ നേട്ടമാണ് എന്ന ഒരു നിലപാട് ഒരാൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ദിവ്യത്വത്തില് സ്വയം കയറിയിരുന്ന് പങ്കാളിയാവുന്നതിന് തുല്യമാണ്. അവിടെ പങ്കാളിയാക്കുന്നത് തന്നെ തന്നെയാണ്. ഇതൊന്നും അള്ളാഹു ചെയ്തതാണ് എന്ന് പറയാനുള്ള ആ എളിമയും സന്നദ്ധതയും ഒന്നും കാണിക്കുന്നതിന് പകരം ഇതൊക്കെ തന്റെ നേട്ടമാണ് എന്ന വിധത്തില് ഒരാള് കരുതി പോകുന്നുവെങ്കിൽ അതാണ് ഈ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ള ശിർക്ക് എന്ന് കാണാൻ കഴിയും. ഈ ശിർക്കിൽ നിന്ന് നമ്മളൊക്കെ മുക്തരാണോ എന്നത് നമ്മൾ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. കാരണം ഇത് വളരെ ഡിസ്ഗൈസ്ഡ് ആയിട്ട് ഉള്ള ഒരു തരം ശിർക്കാണ്. നമുക്ക് പ്രത്യക്ഷത്തില് ഇത് കാണാൻ സാധ്യമല്ല. എപ്പോ വേണമെങ്കിലും നമ്മുടെ സംസാരത്തിലും നിലപാടുകളിലും പ്രവർത്തനങ്ങളുടെ ശൈലിയിലൊക്കെ തന്നെ ഈ ഒരു ശിർക്ക് കടന്നു വരാം. അത് വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ ചെറുതായി കാണുന്നതും നമ്മുടെ പ്രയത്നങ്ങളെ വലുതായി കാണുന്നതും അതൊക്കെ നമ്മുടെ നേട്ടമാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നതൊക്കെ. സത്യവിശ്വാസി ഇത് തന്റെ റബ്ബിന്റെ റഹ്മത്താണ്, ഫضലാണ് എന്നൊക്കെ പറയാനുള്ള ഒരു സംസ്കാരമാണ് ആർജിക്കേണ്ടത്. ആദാമിൻ ഫضലി റബ്ബി എന്ന് നമ്മൾ വീട്ടിന്റെ നിർമ്മാണം കഴിയുന്ന വീടിന്റെ മുന്നിൽ എഴുതി വെക്കും, വാഹനത്തിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സിലാണ് ഇത് എഴുതി വെക്കേണ്ടത്. ആദാമിൻ ഫضലി റബ്ബി, അതുപോലെ ഇത് എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ് അല്ലെങ്കിൽ കാരുണ്യമാണ് എന്നതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ വിനയമുള്ളവരാവും. അത് നമ്മളുടെ നേട്ടമാണ് എന്നൊരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായാൽ അത് നമ്മളെ അഹന്തയുള്ളവരാക്കി മാറ്റും. മറ്റുള്ളവരെ വില കുറച്ച് നിസ്സാരന്മാരായി കാണാന് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് സത്യവിശ്വാസമുള്ള ആളുകളിൽ, ഇസ്ലാമിക സമൂഹത്തിൽ ഒക്കെ തന്നെ വളരെ എളുപ്പത്തില് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നവരും അതുപോലെ സമൂഹത്തില് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നവരൊക്കെ തന്നെ ഇത്തരം ശിർക്കിന് അടിമപ്പെടാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂടാ. അതുകൊണ്ട് നല്ല ജാഗ്രത ഇക്കാര്യത്തില് നമുക്ക് ആവശ്യമാണ്.
അപ്പൊ ഈ മനുഷ്യൻ ആ ഘട്ടത്തില് ഒരൊറ്റ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് അയാൾ ഇത് തിരിച്ചറിയുന്നത്. തന്റെ രോഗം എന്തായിരുന്നു, തന്റെ ഭാഗത്ത് വന്ന പിഴവ് എന്തായിരുന്നു എന്നത്. മറിച്ച് നമ്മുടെ ഇപ്പോ ഭരണകൂടങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭമോ ഒരു ദുരന്തമോ ഒരു സർവവ്യാപിയായി വരുന്ന ഒരു രോഗം ഉണ്ടാവുകയൊക്കെ ചെയ്താൽ നമ്മൾ അതിന്റെ ഭൗതിക കാരണങ്ങളാണ് പലപ്പോഴും ഭരണകൂടങ്ങളും ഏജൻസീസും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തുക. ഒരിക്കലും തന്നെ അതിന്റെ ഇത്തരം കാരണങ്ങൾ അന്വേഷിക്കാൻ നമ്മളാരും മുതിരാറില്ല. നമ്മുടെ ഭരണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം വഹിക്കുന്ന ആളുകളോ ഒന്നും അത് അന്വേഷിക്കാറും അതിന് പരിഹാരം കണ്ടെത്താറോ ഒന്നുമില്ല. അതിന്റെ ഭൗതികമായ കാരണം എന്തുകൊണ്ട് തോട്ടം നശിച്ചു, അത് മിന്നൽ ആഘാതം ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഇടുത്തി വീണതാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോ അതില്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? മിന്നൽ സംരക്ഷണത്തിനുള്ള സംവിധാനം വേണം. ഇടുത്തി ഏൽക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സുരക്ഷാ സംവിധാനം വേണം. ഭൂകമ്പം ഉണ്ടായതാണെങ്കിൽ ഭൂകമ്പത്തെ അതിജീവിക്കുന്ന വിധത്തിലുള്ള നിർമ്മാണമാണ് വേണ്ടത് എന്നൊക്കെയുള്ള ആലോചനയാണ് സാധാരണഗതിയിൽ ഭൗതിക കാരണങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ കണ്ടെത്തുക. എന്നാൽ മനസ്സിന്റെ ഉള്ളില് താൻ നേരിട്ടിരുന്ന അല്ലെങ്കിൽ തന്നെ പിടികൂടിയിരുന്ന രോഗം എന്താണ് എന്നത് അറിയുമായിരുന്ന ഈ മനുഷ്യൻ, പ്രത്യേകിച്ച് അയാളുടെ കൂട്ടുകാരൻ ഒരിക്കൽ അയാളോട് ഇത് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്ത സ്ഥിതിക്ക് അയാൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദ എന്നതാണ്. കൃത്യമായിട്ട് അയാൾക്കറിയാം, അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അതിന് തന്റെ ഭാഗത്തുനിന്ന് എന്ത് കാരണമുണ്ടായി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അയാൾ പറയുന്നത് യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദ എന്ന്. അതിനെ തുടർന്ന് എന്താണ് എന്നതാണ് പിന്നെ വിവരിക്കപ്പെടുന്നത്. വലം തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാതെ, അല്ലാഹുവിനെ കൂടാതെ അയാളെ സഹായിക്കാൻ ഒരു സംഘവും രംഗത്തുണ്ടായിരുന്നില്ല. വലം തകുൻ ലഹു ഫിഅത്തുൻ, ഒരു സംഘവും അയാൾക്കായിട്ട് രംഗത്തുണ്ടായിരുന്നില്ല. അയാൾ നേരത്തെ 2 തോട്ടങ്ങളുടെ ഉടമയായിരുന്നപ്പോ, വലിയ സമ്പത്തിന്റെയും വരുമാനത്തിന്റെയൊക്കെ ഉടമയായിരുന്നപ്പോ അയാൾക്ക് സേവകരായിട്ട് ധാരാളം ആളുകൾ രംഗത്തുണ്ടായിരുന്നു. ഇപ്പോ അയാളുടെ സഹായത്തിന് പോലും ആരും ഇല്ലാത്തൊരു ചിത്രമാണ് അള്ളാഹുവിടെ വരച്ചു കാണിക്കുന്നത്. വലം തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു, അയാള് നേരിട്ട ആ വിപത്തിനെ അയാൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോ അയാളെ സഹായിക്കാനായിട്ട് ഒരു സംഘവും കൂടെ ഉണ്ടായിരുന്നില്ല. മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ ആ നടപടിക്രമത്തിന്റെ മുന്നിൽ അയാളെ ആ വിഷമം അനുഭവിപ്പിക്കാത്ത വിധത്തിൽ അയാളെ സഹായിക്കാനായിട്ട് ഒരു കൂട്ടരും ഉണ്ടായിരുന്നില്ല. വമാക്കാന മുൻതസിറ, അയാൾ സ്വയം തന്നെ സഹായിക്കാൻ കഴിയുന്നവനും ആയിരുന്നില്ല. ഒരു സംഘം അയാളെ സഹായിക്കാൻ എത്തിയില്ല, അയാൾക്ക് സ്വയം തന്നെ അതിനെ മാനേജ് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യതയും ഉണ്ടായില്ല. വമാക്കാന മുൻതസിറ, അയാൾ സ്വയം തന്നെ സഹായിക്കാൻ കഴിയുന്നവനും ആയിരുന്നില്ല. ആ സിറ്റുവേഷനെ ഒന്ന് കൈകാര്യം ചെയ്ത് ആ അവസ്ഥയെ അതിജീവിക്കാൻ അയാൾക്ക് സ്വയം കഴിവുണ്ടായിരുന്നില്ല. അയാളെ സഹായിക്കാൻ അള്ളാഹുവിന്റെ ആ നടപടിക്രമങ്ങളുടെ മുന്നിൽ, അള്ളാഹുവിന്റെ ആ ശിക്ഷ നടപടിയുടെ മുന്നിൽ അയാളെ സഹായിച്ച് അയാൾക്കൊരു പിന്തുണയാകാൻ ഒരു സംഘവും ഉണ്ടായില്ല. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, ഇവിടെയാണ് സാക്ഷാൽ അള്ളാഹുവിനാണ് രക്ഷാധികാരം എന്നത് ബോധ്യപ്പെടുക. ഹുനാലിക്കൽ വലായത്തുലില്ല, അൽ വലായ എന്നത് അതിന്റെ വേറൊരു വായനയാണ് അൽ വിലായ എന്നത്. രണ്ടും അറബിയിലെ വ്യത്യസ്തങ്ങളായ വായനകളാണ്.
വലിയ എന്ന വാക്കൊക്കെ വരുന്നത് ഇതിൽ നിന്നാണ്. നമ്മൾ ധാരാളം ഔലിയ, വലിയ എന്ന വാക്കുകളൊക്കെ ഖുർആനിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വാക്ക് ഖുർആനിൽ ഒറ്റ തവണ മാത്രമേ ഉപയോഗിച്ച് കാണുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്. അൽ ഹഖായ അള്ളാഹുവിനാണ്, സാക്ഷാൽ അള്ളാഹുവിനാണ് കാര്യങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണവും രക്ഷാധികാരവും ഒക്കെ ഉള്ളത്. ഇയാൾ തോട്ടത്തിന്റെ ഉടമയായിരുന്നിരിക്കണം, അയാൾ തോട്ടങ്ങൾക്ക് കാവൽക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവണം. പക്ഷെ രക്ഷാധികാരം, ഒരു സംഗതി നിലനിൽക്കണോ വേണ്ടേ എന്നതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം, അതിനുള്ള വലായത്ത് പൂർണ്ണമായിട്ട് സാക്ഷാൽ അള്ളാഹുവിന് മാത്രമാണുള്ളത്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് സകലതിന്റെയും രക്ഷാകർത്തൃത്വം. ഹുവ ഖൈറുൻ സവാബ, ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നവൻ അവനാണ്. അവന്റെ അടുക്കലാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. വ ഖൈറുൻ ഉഖ്ബ, ഏറ്റവും നല്ല പരിണിതിയും ഉള്ളത് അവന്റെ കയ്യിലാണ്, അവന്റെ അടുക്കലാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് ഓരോരുത്തരുടെയും പരിണിതിയും, അതുപോലെ ഓരോരുത്തരും കൊതിക്കുന്ന വിശിഷ്ടമായ പ്രതിഫലവും നിലകൊള്ളുന്നത്. അപ്പൊ ഒരാളുടെ ഭൂമിയിൽ എത്ര കഴിവും പ്രതാപവും ഒക്കെ കാണിച്ചുകൊണ്ട് ഒരാള് ഇവിടെ വിരാജിച്ചത് കൊണ്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ തൃപ്തി നേടാത്തവനായിക്കൊണ്ടാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ ഈ കൈമലർത്തി വിലപിക്കുന്ന ഈ തോട്ടക്കാരനേക്കാൾ ദുരിതപൂർണമായിരിക്കും അങ്ങനെ ഒരാളുടെ അവസ്ഥ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ഒരാള് എല്ലാവർക്കും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു ഓർമ്മ, ഖൈറുൻ സവാബ, അള്ളാഹുവാണ് ഏറ്റവും നല്ല പ്രതിഫലം നൽകാൻ കഴിയുന്നവൻ. ഭൂമുഖത്ത് നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായിരിക്കും നയിച്ചിട്ടുണ്ടാവുക. വലിയ ദുരിതങ്ങളൊക്കെ ഉണ്ടായി കാണും, വലിയ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ടാകും. സന്തോഷകരമായി അല്ലെങ്കിൽ ആഹ്ലാദത്തോടു കൂടി കഴിഞ്ഞ സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിച്ചതെങ്കിൽ അത് ഏറ്റവും ഉത്കൃഷ്ടമായ പ്രതിഫലം അയാൾക്ക് ലഭ്യമാക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും നല്ല ആഖിബത്ത്, ഏറ്റവും നല്ല പരിണിതി ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു സൗഭാഗ്യം ലഭിച്ച ആളാണ് അങ്ങനെ ചെയ്തിട്ടുള്ള ആള്. മറിച്ച് വലിയ തോട്ടങ്ങളുടെ ഉടമയായി, അല്ലെങ്കിൽ വലിയ അധികാരം കൈയാളാൻ അവസരം ഉണ്ടായി, അല്ലെങ്കിൽ വലിയ സമ്പത്തിന്റെ ഉടമയായി, വലിയ സ്വാധീനമുള്ള ആളായി, ജനസമ്മിതി ഉണ്ടായിരുന്ന, കൂടെ നിൽക്കാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്ന, ഒക്കെ ആ വിധത്തിലൊക്കെയുള്ള വലിയ ഒരു സെലിബ്രിറ്റിയൊക്കെ ആയി മാറി എന്ന് തന്നെ വെക്കുക. പക്ഷെ അതൊക്കെ തന്നെ ഏത് നിമിഷവും അവസാനിച്ചു പോകാം. ഈ തോട്ടക്കാരന്റെ തോട്ടം തീർത്തും അപ്രതീക്ഷിതമായിട്ട് നശിച്ചു പോയ പോലെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഏത് നിമിഷവും നശിച്ചു പോകാം. ബാക്കിയാവുന്നത് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നത് ഖുർആനിൽ പരാമർശിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ഉത്കൃഷ്ടമായ കർമ്മങ്ങളാണ്. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ടുള്ള ഉത്കൃഷ്ടമായ കർമ്മങ്ങളാണ്. അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് വിനയത്തോടെ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് ഓരോരുത്തരും ചെയ്യുന്ന നല്ല കർമ്മങ്ങളാണ് അവശേഷിക്കുന്ന പ്രതിഫലദായകമായ കാര്യങ്ങൾ എന്നത് സൂചിപ്പിക്കപ്പെടുകയാണ് ഈ വിവരണത്തിന്റെ അവസാന ഭാഗത്ത്. അപ്പോ ഈ കഥ അവസാനിക്കുമ്പോൾ, ഈ സംഭവത്തിന്റെ വിവരണം അവസാനിക്കുമ്പോൾ ചിത്രത്തില് ഇടക്ക് വന്ന് കയറിയിരുന്ന ഈ തോട്ടക്കാരന്റെ സുഹൃത്ത്, അയാളുടെ പരിണിതി എന്തായിരുന്നു എന്നത് പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുകയാണ്
ഈ അവസാന ഭാഗത്ത് ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖബ. ഇവിടെ നേരത്തെ അഹന്തയോടുകൂടി തന്റെ നേട്ടങ്ങളെ നോക്കിക്കണ്ടിരുന്ന ആ മനുഷ്യൻ വലിയ വിപത്ത് ഏറ്റുവാങ്ങി തന്റെ സമ്പത്ത് നശിച്ചു പോകുന്നത് കണ്ട് കൈമലർത്തി വിലപിക്കേണ്ടി വരുമ്പോ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സകലതും അള്ളാഹുവിനാൽ മാത്രമാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ട് ഉൾക്കൊണ്ട അങ്ങനെ ഏറ്റുപറഞ്ഞ മനുഷ്യൻ അയാൾ ഏറ്റുവാങ്ങുന്ന പ്രതിഫലമാണ് യഥാർത്ഥത്തില് ഈ സൂചിപ്പിക്കപ്പെടുന്നത്. ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖബ. ഏറ്റവും നല്ല ആഖിബത്ത് നൽകാൻ കഴിയുന്നവനും ഏറ്റവും നല്ല സവാബ് നൽകാൻ കഴിയുന്നവനും അള്ളാഹുവാണ്. അവന്റെ കയ്യിലാണ് സകലതിന്റെയും നിയന്ത്രണം, സകലതിന്റെയും വലായത്ത്, സകലതിന്റെയും രക്ഷാകർത്തൃത്വം അവന്റെ കയ്യിലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് ഒരു ചരിത്ര സംഭവമാവാം. അങ്ങനെയുള്ള ചില വിവരണങ്ങള് ചില മുഫസ്സിറുകൾ നടത്തുന്നുണ്ട്, ചില സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ടൊക്കെ. അപ്പോൾ ഇത് ഒരു ഉദാഹരണമായിട്ട് ഒരു കാര്യം വ്യക്തമാക്കുന്നതിനുള്ള ഒരു പാരബിൾ ആയിട്ടാണ് അള്ളാഹുവിടെ അവതരിപ്പിക്കുന്നത്. വലരിബ് ലഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥയുടെ വിവരണം തുടങ്ങുന്നത്. വദരിബ് ലഹും മസലൻ റജുലൈനി ജഅൽനാ ലി അഹദിഹിമാ ജന്നതൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. പക്ഷെ അതിന്റെ അവസാനം വരെയുള്ള വിവരണം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് എപ്പോഴോ എവിടെയോ ആക്ച്വലായിട്ട് തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ശൈലി അതിനുണ്ട്. അതുകൊണ്ട് ചരിത്രപരമായി ഉണ്ടായ ഒരു സംഗതിയായിട്ട് തന്നെ ഇത് മനസ്സിലാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ നിലക്കാണ് എനിക്ക് ഈ ആയത്തുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിലെ 42 മുതൽ 44 വരെയുള്ള ഭാഗമാണ്, ആയത്തുകളുടെ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവന്റെ തൃപ്തി നേടാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.